ആണ്. 10th ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 5 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ. ഒരു റിലേഷനിൽ ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ്. വിച്ച് ഫസ്റ്റ് സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോ സിമെട്രിക്. എന്തായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം, പക്ഷേ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സിമെട്രിക്കിന്റെ ഒരു റിലേഷൻ എഴുതുകയാണ്. R is equal to 1 2 2 1. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്, ഒരു റിലേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ റിലേഷൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 1 2 2 1 ആണ്. നിങ്ങൾക്കറിയാം 1 2 2 1 എന്ന് പറഞ്ഞ സിമെട്രിക് ആണ്. എ ബി എന്നുള്ള പേരുണ്ടെങ്കിൽ ബി എന്നുള്ള പേരുണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് സിമെട്രിക് എന്ന് പറയാം. 1 2 belongs to R implies 2 1 belongs to R. അപ്പോൾ R is symmetric. സിമെട്രിക് ആണ്. നമ്മൾ സിമെട്രിക്കിന്റെ എക്സാമ്പിൾ ഇവിടെ എഴുതിയത് സിമെട്രിക് ആണെന്ന് പറയണം. സിമെട്രിക് ആണെന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ഇതൊന്നും അല്ല എന്ന് പറയണം. നൈദർ റിഫ്ലെക്സീവ് നോ ട്രാൻസിറ്റീവ്. അപ്പോൾ 1 2 റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം? 1 1 2 2 അത്തരം എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ 1 1 2 2 എക്സെട്ര നോട്ട് ബിലോങ്സ് ടു ആർ എന്നാണ് എഴുതേണ്ടത്. നോട്ട് ബിലോങ്സ് ടു ആർ. 1 1 2 2 എക്സെട്ര നോട്ട് ബിലോങ്സ് ടു ആർ. ആറിനകത്തില്ല എന്നുള്ളതാണ്. 1 1 2 2 അത്ര എലമെന്റുകൾ ആറിനകത്തില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി ട്രാൻസിറ്റീവ് അല്ല എന്നാണ് കാണിക്കുന്നത്. ട്രാൻസിറ്റീവ് ആകുമ്പോൾ 1 2 ഉണ്ട് 2 1 ഉണ്ട് അല്ലേ? 1 2 ഉണ്ട്, 2ൽ തുടങ്ങുന്ന ഒരു എലമെന്റ് ആണ്, ഒരു പെയറാണ് 2 1. 1 2 ഉണ്ട്, 2ൽ തുടങ്ങുന്ന ഒരു പെയറാണ് 2 1. അപ്പോൾ 2 1 1 2 2 1 ഉണ്ട്. ബിലോങ്സ് ടു ആർ. ബട്ട് അപ്പൊ എന്ത് വേണം? രണ്ടറ്റത്തുള്ള എലമെന്റ് വേണ്ടേ? 1 1 എന്നുള്ള എലമെന്റ് ഉണ്ടാവണം അല്ലെ? ഒരു പെയർ ഉണ്ടാവണം. 1 1 ഈസ് നോട്ട് ഇൻ ആർ. ആറില് 1 1 എന്നുള്ള പെയറില്ല. അപ്പൊ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ ആറ് സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് അല്ല, പിന്നെ ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് നമ്മൾ എക്സാമ്പിൾ ഇടുന്നത്. 1 2 2 1 എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 10th ക്വസ്റ്റിന്റെ ഒരു സബ് ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റൻ ആണ് പറയുന്നത്. ഇവിടെ ട്രാൻസിറ്റീവ് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് ആവണം, നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. റിഫ്ലെക്സീവും സിമെട്രിക്കും അല്ല. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എഴുതുന്ന ഒരു എക്സാമ്പിൾ ആണ്, എഴുതുന്ന ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ എന്താണ്? 1 2 2 3 1 3. അപ്പോൾ 1 2 2 3 1 3 എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആണ് എഴുതുന്നത്. ട്രാൻസിറ്റീവിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? 1 2 എന്നുള്ള പേരും 2 3 എന്നുള്ള പേരും ഉണ്ടെങ്കിൽ രണ്ടറ്റത്തുള്ള എലമെന്റുള്ള 1 3 എന്നുള്ള പേരുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആദ്യം ട്രാൻസിറ്റീവ് ആണെന്ന് പറയണം. 1 2 ബിലോങ്സ് ടു 1 2 ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 1 3 ബിലോങ്സ് ടു ആർ. ഇതാണ് ട്രാൻസിറ്റീവ് ആവാനുള്ള ലോ. അപ്പോൾ ആ ട്രാൻസിറ്റീവ് ആവാനുള്ള കാര്യങ്ങൾ എഴുതിയ കാരണം അതിനെ നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് എഴുതി വയ്ക്കും. ആർ ഈസ് ട്രാൻസിറ്റീവ്. ആർ ഈസ് ട്രാൻസിറ്റീവ്. രണ്ടാമത് റിഫ്ലെക്സീവ് അല്ല എന്നാണ് വേണ്ടത്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 1 1 2 2 3 3 എന്നുള്ള പേരൊക്കെ വേണ്ടേ? ഇത്തരം പേരുകൾ ആറിനകത്തില്ല. അതുകൊണ്ട് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഒരു ട്രാൻസിറ്റീവ് ആയിട്ടുള്ള പേരാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 1 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 2ൽ തുടങ്ങുന്ന ഒരു പേര് എഴുതണം. അപ്പോൾ 2 3 എന്ന് എഴുതി. ഏത് വേണമെങ്കിൽ എഴുതാം. 2 4 2 5 എന്ത് വേണമെങ്കിൽ ആവാം. ഇവിടെ ഇന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ 1 2 എന്ന് എഴുതിയപ്പോൾ 2ന് തുടങ്ങുന്ന വേറെ പേര് 2 3 എഴുതി. അങ്ങനെയാണെങ്കിൽ രണ്ടറ്റത്തുള്ള ഒരു പേര് ആണ് എഴുതേണ്ടത്. രണ്ടറ്റത്തുള്ള പേരാണെങ്കിൽ 1 3 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എഴുതിയത്. അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആണെന്നും റിഫ്ലെക്സീവ് അല്ല എന്നും അതുപോലെ സിമെട്രിക് അല്ല എന്നും പ്രൂവ് എഴുതി കാണിക്കാം. അപ്പോൾ സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിമെട്രിക് ആകുമ്പോൾ 1 2 ഉണ്ടായ തിരിച്ചുള്ള പേരുണ്ടാവണം. അപ്പോൾ 1 2 എന്നുള്ള എലമെന്റ് ഉണ്ട്, ബട്ട് 2 1
നോട്ട് ബിലോങ്സ് ടു ആർ. 2 1 ഇല്ല, തിരിച്ചുള്ള പേരുണ്ടാവണം, തിരിച്ചൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമെട്രിക്. ആറ് സിമെട്രിക് അല്ല. ഇത് ട്രാൻസിറ്റീവ് മാത്രമാണ്, ബാക്കി രണ്ട് കണ്ടീഷനും ഇത് എഗ്രി ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുക. 10th ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ 1 2 3 എന്നുള്ള 3 എലമെന്റ്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക സെറ്റിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ എന്നുള്ള സെറ്റ് 1 2 3 എന്നുള്ള എലമെന്റ് എടുക്കുകയാണ്. അപ്പോൾ സെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3 എന്നുള്ള പേരുകളാണ് എടുക്കുന്നത് എനിക്ക്. അങ്ങനെയാണ് നമുക്ക് 1 1 2 2 3 3 എന്ന് എടുക്കാം. അങ്ങനെ എഴുതിയാൽ എന്താണ്? റിഫ്ലക്സീവ് ആണ്. അപ്പോൾ റിഫ്ലക്സീവ് ആവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 1 2 3 എന്നുള്ള 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 1 2 2 3 3 എന്ന് എഴുതണം. അപ്പോൾ റിഫ്ലക്സീവ് ആയി. ഇനി സിമെട്രിക് ആണ്. സിമെട്രിക് ആണെങ്കിൽ നമ്മൾ 1 2 എന്ന് എഴുതിയാൽ തിരിച്ചുള്ള പേരുണ്ടാവണം. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റിഫ്ലക്സീവ് ആയിട്ടുള്ള ഈ എലമെന്റുകൾ സിമെട്രിക്കും കൂടിയാണ്. അപ്പോൾ ഇത് 1 1 എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയ 1 1 തന്നെ, 2 2 തിരിച്ചെഴുതിയ 2 2 ആണ്, 3 3 തിരിച്ചെഴുതിയ 3 3 ആണ്. 1 2 തിരിച്ചെഴുതിയാൽ 2 1 ആവണം, 2 1 ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 1 തിരിച്ചെഴുതിയാൽ 1 2 ആണ്, അതുകൂടെ ഉണ്ട്. 2 3 തിരിച്ചെഴുതിയാൽ 3 2 ആണ്, അതുകൂടെ ഉണ്ട്. 3 2 തിരിച്ചെഴുതിയാൽ 2 3 ആണ്, അതുകൂടെ ഉണ്ട്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ആദ്യം എഴുതുന്നതാണ് സിമെട്രിക് ആണെന്ന്. ആദ്യം റിഫ്ലക്സീവ് ആകുമ്പോൾ 1 1 2 2 3 3 belongs to R. R is reflexive. ഇനി രണ്ടാമത് പറയുന്നത് 1 2 2 1 1 2 and 2 1 2 1 belongs to R. R is symmetric. ഇനി നോക്കുക, 1 1 ഉണ്ട്, 1 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എടുത്താൽ 1 2 ഉണ്ട്. ഇത് ട്രാൻസിറ്റീവ് ആണ് അല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കുകയാണ്. 1 1 ഉണ്ട്, 1 തുടങ്ങുന്ന എലമെന്റ് 1 2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 2 എന്നുള്ള എലമെന്റ് ഉണ്ടാവണം. 1 1 ഉണ്ട്, 1 തുടങ്ങുന്ന 1 2 ആണ്. അപ്പോൾ 1 1 ഉണ്ട്, 1 2 ഉണ്ടെങ്കിൽ അറ്റത്തുള്ളത് 1 2 ഉണ്ട്, 1 2 ഉണ്ട്. ഇനി 2 2 എടുക്കുക. 2 2 ആണെങ്കിൽ 2 തുടങ്ങുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ 2 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2 1 ഉണ്ടോ നോക്കുക, 2 1 ഉണ്ട്. ഈ 3 3 എടുക്കുക. 3 തുടങ്ങുന്ന എലമെന്റ് വേറുള്ളത് ഇതാണ്, 3 2 ആണ്. ഇവിടെ 1 2 2 എടുക്കുമ്പോൾ 2 തുടങ്ങുന്ന എലമെന്റ് രണ്ടെണ്ണം ഉണ്ട്. 2 1 2 1 കണ്ട, 2 2 2 1 രണ്ടറ്റത്തുള്ളത് 2 1 2 1 ഉണ്ട്. ഇനി 2 2 2 3 ഈ രണ്ടറ്റത്തുള്ള എലമെന്റുകൾ എന്താണ്? 2 3 ആണ്. 2 3 ഇവിടെ ഉണ്ട്. അതുപോലെ 3 3 എടുക്കുക. 3 തുടങ്ങുന്ന 3 2 ആണ്. അപ്പോൾ രണ്ടറ്റത്തുള്ളത് 3 2 ആണ്. 3 2 ഇവിടെ ഉണ്ട്. ഈ 1 2 എടുക്കുക. 2 തുടങ്ങുന്നത് 2 1 ആണ് അല്ലേ? 1 2 എടുത്തു. 2 തുടങ്ങുന്ന 2 1 ആണ്. 1 1 ഉണ്ടാവണം. 1 1 ഉണ്ട് അവിടെ ഇല്ല. അപ്പോൾ അതാണ് ട്രാൻസിറ്റീവ് അല്ലാത്തതിന് കാരണം. അപ്പോൾ 1 2 and 2 1 belongs to R അല്ലേ? 1 2 into 1 ഉണ്ട്, ബട്ട് 1 1 രണ്ടറ്റത്ത് എടുക്കുന്ന എലമെന്റ്സ് നോട്ട് ബിലോങ്സ് ടു ആർ. ആറിനകത്ത് വരുന്നില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്ത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഈ പേരുകൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. ആ ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ട്രാൻസിറ്റിവിറ്റി നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റിവിറ്റി ഇല്ലാത്ത പേരുകളാണ് എഴുതാൻ പാടുള്ളൂ. 10th ക്വസ്റ്റ്യനിൽ തന്നെ 4th ക്വസ്റ്റ്യൻ ആണ്. 10th സബ് ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 4th ക്വസ്റ്റ്യൻ പറയുന്നത് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്നാണ്. ടെൻത്ത് ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 4th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ് റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. റിഫ്ലക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം, സിമെട്രിക് ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് എഴുതി കൊടുക്കുന്നത്. മെയിൻ എക്സാമ്പിൾ എഴുതുന്നത് റിഫ്ലക്സീവ് ആകുമ്പോൾ 1 1 2 2 3 3 അങ്ങനെ എഴുതി പോവാം. അത് റിഫ്ലക്സീവ് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1 2 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? 2 തുടങ്ങുന്ന വേറെ ഉണ്ടാവണം. അപ്പോൾ 2 3
അപ്പോൾ രണ്ടറ്റത്തുള്ള പെയർ 1 3 ഇങ്ങനെയാണ് എടുക്കുക. ഇത് സിമെട്രിക് അല്ലാതെ ചെക്ക് ചെയ്യും വേണം. സിമെട്രിക് ഇതൊക്കെ സിമെട്രിക് ആണ്. 1 2 ഉണ്ടെങ്കിൽ 2 തുടങ്ങുന്ന തിരിച്ചുള്ള പെയർ ഉണ്ടാവണം. 2 1 ഇല്ല. 2 3 ഉണ്ടെങ്കിൽ തിരിച്ചുള്ള പെയർ ഉണ്ടാവണം. 3 2 ഇല്ല. 1 3 ഉണ്ടെങ്കിൽ തിരിച്ചുള്ള പെയർ ഉണ്ടാവണം. അതൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്ന് സിമെട്രിക് അല്ല, റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ 6 റിഫ്ലക്സീവ് ആണെന്നുള്ളത് കാണിക്കാം. belongs to R. R is reflexive. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം. അപ്പോൾ 1 2 and 2 3 belongs to R implies 1 3 belongs to R. രണ്ടറ്റത്തുള്ള പേരുള്ള 1 3 ഇവിടെ ഉണ്ട്. അപ്പോൾ R is ട്രാൻസിറ്റീവ്. ഇനി സിമെട്രിക് അല്ലാന്ന് കാണിക്കണം. സിമെട്രിക് ഇവിടെയൊക്കെ സിമെട്രിക് വരുന്നുണ്ട്. 1 2 വെച്ച് നോക്കുകയാണെങ്കിൽ 2 1 ഉണ്ടാവണം. 1 2 ബിലോങ്സ് ടു R. ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു R. R is നോട്ട് സിമെട്രിക്.